ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ, ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ കോച്ചിങ് നടത്തി വരികയാണ്. ക്രാഷ് കോഴ്സ് ടെലഗ്രാമിലാണ് കോച്ചിങ്. അപ്പോൾ കോച്ചിങ് ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ കോച്ചിങ്ങിൽ 2 മൊഡ്യൂൾ കഴിഞ്ഞു. അതിൻ്റെ 2 മൊഡ്യൂളിൻ്റെ എക്സാംസും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്ന് 2016 ഇലക്ട്രീഷ്യനിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇന്നലെ ഞാൻ ഒരു 50 ക്വസ്റ്റ്യൻ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും നോക്കുക. കേട്ടല്ലോ, അത് നോക്കാം. 51 ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് കണക്ഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ 3-phase 4-wire സർവീസ്? ഏത് കണക്ഷനാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്? 3-phase 4-wire സിസ്റ്റത്തിൽ ഏത് കണക്ഷനാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്? ഏത് കണക്ഷനാണ്? ഡെൽറ്റ സ്റ്റാർ കണക്ഷനാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത 52ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്കെയിൽ റേഞ്ച് മാർക്ക്ഡ് ഓൺ ദി ഡയൽ ഓഫ് ദി മെഗർ ഈസ് ഡാഷ്. നമ്മുടെ മെഗറിൽ നമുക്കറിയാം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ റേഞ്ച് എന്ന് പറയുന്നത് എന്തിൻ്റെ ആ ഒരു റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് മെഗറിൻ്റെത്? ഇൻഫിനിറ്റി ടു 0 ohm. എത്രയാണ്? ഇൻഫിനിറ്റി ടു 0 ohm. അടുത്തത് 53 ക്വസ്റ്റ്യൻ. ഫ്യൂസിങ് ഫാക്ടർ ഈസ് ഡാഷ്. എന്താണ് ഫ്യൂസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ? ഫ്യൂസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ മിനിമം ഫ്യൂസിങ് കറണ്ട് ടു ദ കറണ്ട് റേറ്റിംഗ്. ഇതാണ് ഫ്യൂസിങ് ഫാക്ടർ എന്ന് വെച്ചാൽ. എന്താണ് ഫ്യൂസിങ് ഫാക്ടർ? എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? മിനിമം ഫ്യൂസിങ് കറണ്ട് മുതൽ കറണ്ട് റേറ്റിങ്ങിൻ്റെ റേഷ്യോനെ പറയുന്നതാണ് ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത 54ാമത്തെ ക്വസ്റ്റ്യൻ. 1500 RPM ഈക്വൽ ടു ഡാഷ് RPS. RPM എന്ന് വെച്ചാൽ റെവല്യൂഷൻ പെർ മിനിറ്റ്. RPS എന്ന് വെച്ചാൽ റെവല്യൂഷൻ പെർ സെക്കൻഡ്. അപ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര? 1500 RPM എന്ന് പറഞ്ഞാൽ എത്ര RPS ആണ്? നമുക്കറിയാം ഒരു RPM എന്ന് പറയുന്നത് എത്രയാണ്? ഒരു RPM 1 RPM എന്ന് പറയുന്നത് എത്രയാണ്? 0.0166 ആണ്. ഓർത്തോണേ, 1 RPM നിങ്ങൾ ഓർത്ത് വെച്ചാൽ എന്നാലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 RPM ഈക്വൽ ടു 0.01666. അങ്ങനെ അങ്ങ് പോവും. 666 ആണ് RPS. 1 RPM ഈക്വൽ ടു 0.666 RPS. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1500 RPM എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക. 1 RPM നമുക്കറിയാം. അങ്ങനെ ആൻസർ 25 കിട്ടും. 24.9 സംതിങ് റേഞ്ച് കിട്ടും. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി 25 നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1 kilogram വെയിറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് ന്യൂട്ടൺ. എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 56 ക്വസ്റ്റ്യൻ. ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഡാഷ്. ഇത് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ വീഡിയോയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടുള്ള ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഏത് റൂൾ വഴിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഏത് റൂൾ വഴിയാണ്? ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. എന്താണ് ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ? എന്താണ് ലെൻസസ് ലോ? എന്താണ്? ഇതൊക്കെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. ഓക്കെ, അടുത്ത 57 ക്വസ്റ്റ്യൻ. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ഡാഷ്. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഏതിലാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആർക്ക് വെൽഡിങ്ങിലാണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 58ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എ BJT ഓപ്പറേറ്റ്സ് ഇൻ കട്ട് ഓഫ് റീജിയൻ. BJT എന്ന് പറയുമ്പോൾ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇത് വരുന്നത് ഇലക്ട്രോണിക്സ് സെക്ഷനിലാണ്. ഇലക്ട്രോണിക്സിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക നിങ്ങളെല്ലാവരും. വെൻ എ BJT ഓപ്പറേറ്റ്സ് ഇൻ കട്ട് ഓഫ് റീജിയൻ, അതായത് നമുക്കൊരു BJTയിൽ നമുക്ക് പഠിക്കാനുണ്ട്. കട്ട് ഓഫ്, സാച്ചുറേഷൻ, അങ്ങനെ കുറേ റീജിയൻസ് ഒരു ഗ്രാഫ് വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തിയറി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ BJT കട്ട് ഓഫ് റീജിയനിലാകുമ്പോൾ അതിൻ്റെ ആ ഒരു വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കട്ട് ഓഫ് റീജിയനിലാകുമ്പം? കട്ട് ഓഫ് റീജിയനിലാകുമ്പം VCE ഈക്വൽ ടു VCC ആയിരിക്കും. VC എന്ന് പറഞ്ഞാൽ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് കളക്ടർ വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വീണ്ടും BJT എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇനി BJT ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? BJTയിൽ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഡിവൈഡ് ബൈ 1 - ആൽഫയാണ് BJTയിൽ ബീറ്റ എന്ന് പറയുന്നത്. കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് അതിൽ പഠിക്കാനുണ്ട് ഇലക്ട്രോണിക്സിൽ. അടുത്ത 60ാമത്തെ ക്വസ്റ്റ്യൻ.
എഫിഷ്യൻസി ഓഫ് ക്ലാസ് എ ആംപ്ലിഫയർ ഈസ് ഡാഷ്. അതിൽ തന്നെ ആംപ്ലിഫയറിൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ക്ലാസ് എ ക്ലാസ് ബി ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ എഫിഷ്യൻസി കാണുന്നത് എങ്ങനെയാണ്? അല്ല, അതിൻ്റെ എഫിഷ്യൻസിയുടെ റേഞ്ച് എത്രയാണ്? ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ 50% ആണ്. ലെസ് ദാൻ 50%. ഓക്കെ. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യൻ. മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് ജെ ഈസ്. മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് ജെ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഇറ്റ്സ് ഈക്വൽ ടു 4186 ജൂൾസ് പെർ കിലോ കാലറീസിന് ഈക്വൽ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 62ാമത്തെ ക്വസ്റ്റ്യൻ. 1 kWh ഈസ് ഡാഷ് ജൂൾസ്. എത്രയാണ് 1 kWh? ഇൻ ടേംസ് ഓഫ് ജൂൾസിലാണെങ്കിൽ എങ്ങനെ പറയും? 36 × 10⁵ ജൂൾസ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 63ാമത്തെ ക്വസ്റ്റ്യൻ. 1 ജൂൾ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഡാഷ്. ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഓർത്തോണം, 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു 1 വാട്ട്. 1 വാട്ടിന് ഈക്വൽ ആണ്. അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ. 1 coulomb ഓഫ് ചാർജ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ചാർജ് വിച്ച് വെൻ പ്ലേസ്ഡ് ഇൻ വാക്വം ഫ്രം ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് റെപ്പൽസ് ഇറ്റ് വിത്ത് എ ഫോഴ്സ് ഓഫ് ഡാഷ് ന്യൂട്ടൺ. അതായത് 1 coulomb ഓഫ് ചാർജിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്. ഇസ് ഡിഫൈൻഡ് ആസ്, അതായത് ചാർജ് വെൻ പ്ലേസ്ഡ് ഇൻ വാക്വം ഫ്രം ഈക്വൽ ആൻഡ് സിമിലർ ചാർജ് എന്ന് പറയുന്നത് ഫോഴ്സിനെ റിപ്പൽ ചെയ്യും. എത്രയാണ് ആ ഫോഴ്സ് എന്ന് പറയുന്നത്? എത്ര ന്യൂട്ടൺ ആണ്? 9 × 10⁹ ന്യൂട്ടൺ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഇൻ kV/mm. ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുള്ളതാണ്. എന്താണ് അതിൻ്റെ ആൻസർ? 65ാമത്തെ ആൻസർ സി, 3.2 kV/mm ആണ്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ. കപ്പാസിറ്റർ ദാറ്റ് സ്റ്റോർസ് എ ചാർജ് ഓഫ് 0.0055 C at 10 volt has a capacitance of dash farad. നമുക്കറിയാം, നമ്മൾ കപ്പാസിറ്ററിൻ്റെ പോർഷൻ ഞാൻ തിയറി എടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കപ്പാസിറ്ററിൻ്റെ പോർഷൻസിൻ്റെ ആ ലിങ്ക് ഇടാം. അതിൽ ഞാൻ കപ്പാസിറ്റർ എന്താണ്, അതിൻ്റെ സീരീസ് പാരലൽ കണക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പിംഗ് ഒക്കെ വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിയറി നിങ്ങളെല്ലാവരും കാണാത്തവർ കാണുക. ഓക്കെ. നമ്മളത് പഠിച്ചു. കപ്പാസിറ്റർ C = Q/V എന്നൊരു ഫോർമുലയുണ്ട്. ഓക്കെ. ആ ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ. ഇവിടെ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്റ്റോർസ് ചാർജ് തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്, വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാല്യൂ വന്നിട്ട് എത്ര കിട്ടും? 0.005 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. അടുത്ത 67ാമത്തെ ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഡാഷ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് അത് ഞാൻ ഇന്നത്തെ മാഗ്നറ്റിസം എന്ന ഒരു വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, ആ മാഗ്നറ്റിസത്തിനെ കുറിച്ച് ഫുൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. ലിങ്ക് ഞാൻ താഴെ ഇടാം. ഓക്കെ. 67ാമത്തെ ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ വെബർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ യൂണിറ്റ്, H. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ. MMF പെർ റിലക്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡാഷ്. അത് ഇന്ന് പഠിപ്പിച്ചതാണ്. MMF എന്ന് പറയുമ്പോൾ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. പെർ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഇറ്റ്സ് ഈക്വൽ ടു ഫ്ലക്സ്. Φ = MMF ബൈ റിലക്റ്റൻസ് എന്ന് നമ്മളിന്ന് പഠിച്ചതാണ്. ഓക്കെ. അടുത്ത 69ാമത്തെ ക്വസ്റ്റ്യൻ. റിലേറ്റീവ് പെർമിബിലിറ്റി μr. കണ്ടോ, ആ ഒരു മാഗ്നറ്റിസം എന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ? 3 ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് തറവായിട്ട് ആ വീഡിയോ, ആ ഒരു തിയറി പോർഷൻ നിങ്ങൾ പഠിക്കുക. റിലേറ്റീവ് പെർമിബിലിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിലേറ്റീവ് പെർമിബിലിറ്റി μr എന്ന് പറയുന്നത്? നമ്മൾ ഇന്ന് പഠിച്ചതാണ് ക്ലാസ്സിൽ. ഇറ്റ് ഈസ് ദ മെറ്റീരിയൽ ഡിവൈഡ് ബൈ വാക്വം. μ0/μ. നമ്മൾ μrൻ്റെ ഫോർമുല പഠിച്ചില്ലേ? μr μ ഡിവൈഡഡ് ബൈ അതിൻ്റെ മെറ്റീരിയൽ ഡിവൈഡ് ബൈ വാക്വം ഓർ എയർ. μ/μ0. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ആ ഒരു മെറ്റീരിയൽ ഡിവൈഡ് ബൈ അതിൻ്റെ വാക്വം. അതാണ് നമ്മുടെ 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത 70ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യൂസ്ഡ് എസ് ഇലക്ട്രോലൈറ്റ് ഇൻ നിക്കൽ അയൺ ബാറ്ററി. നിക്കൽ അയൺ ബാറ്ററിയിൽ ഇലക്ട്രോലൈറ്റായി യൂസ് ചെയ്യുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? KOH, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്ററിയുടെ സെക്ഷനും അതിൽ വരുന്നുണ്ട്. നമ്മുടെ സിലബസിൽ ബാറ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ബാറ്ററിനെ കുറിച്ചൊക്കെ നിങ്ങൾ നോക്കുക. അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ബാറ്ററി ഉണ്ട്, അതുപോലെ സെൽസിൽ ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, മെയിൻ്റനൻസ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് സെൽസ്, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. അതിലുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ആവറേജ് EMF ഓഫ് എഡിസൺ സെൽ. എഡിസൺ സെല്ലിൻ്റെ ആവറേജ് EMF എത്രയാണ്? 1.2 വോൾട്ട് പെർ സെല്ലാണ്. ഓക്കെ. 1.2 വോൾട്ട് പെർ സെൽ. അടുത്തത് വീണ്ടും കപ്പാസിറ്ററിൻ്റെ സെക്ഷനിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വെൻ 3 കപ്പാസിറ്റേഴ്സ് C1, C2 ആൻഡ് C3 ആർ കണക്റ്റഡ് ഇൻ പാരലൽ ദ ടോട്ടൽ കപ്പാസിറ്റൻസ് വിൽ ബി. അപ്പോൾ ഞാൻ കപ്പാസിറ്ററിൻ്റെ പോർഷനിൽ കപ്പാസിറ്റർ ഇൻ സീരീസിൻ്റെ സെക്ഷനും കപ്പാസിറ്റർ ഇൻ പാരലിൻ്റെ സെക്ഷനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണുക. അപ്പോൾ നമുക്കറിയാം എന്താണ് C1, C2, C3 പാരലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? C = C1 + C2 + C3 ആണ്.
നമ്മൾ റെസിസ്റ്റൻസിലാണെങ്കിൽ പാരലൽ കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും 1/R ഇട്ട് ചെയ്യുമല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് കപ്പാസിറ്ററിൻ്റെ കേസ്, ഓർത്താൽ മതി. അടുത്ത 73 ഡാഷ് അമ്മീറ്റർ വിൽ ബി യൂസ് ടു മെഷർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓൺലി. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അമ്മീറ്റർ ഇതിൽ ഏതാണ്? അതാണ് ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് സെക്ഷനിൽ വരുന്നതാണ്. നമ്മുടെ മൊഡ്യൂളിൽ ഒരു 4th 5th മൊഡ്യൂളിൽ വരും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷർമെൻറ്റ്സ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊരു സെക്ഷനുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നതാണ്. ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തിയറിയും അതിൻ്റെ നോട്ടും ഒക്കെ സംബന്ധിച്ചുള്ള എല്ലാം റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ചെയ്യിപ്പിക്കുന്നതാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ 73 ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഇൻഡക്ഷൻ ആണ് ആൻസർ. ഇൻഡക്ഷൻ അമ്മീറ്റർ ആണ് വിൽ ബി യൂസ് ടു മെഷർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓൺലി. ഓക്കെ. അടുത്ത 74 ക്വസ്റ്റ്യൻ ടൈം പീരീഡ് ഓഫ് 100 ഹേർട്സ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ്. ഒരു 100 ഹേർട്സ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.001 സെക്കൻഡ്സ് ആണ്. ചെയ്ത് നോക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ. ഇത് നമ്മുടെ AC ഫണ്ടമെൻ്റൽസ് എന്നൊരു സെക്ഷനിൽ വരുന്നതാണ്. ഇത് നമ്മുടെ ആവറേജ് വാല്യൂ, പീക്ക് വാല്യൂ, അങ്ങനെ കുറച്ച് ടേംസ് നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. AC ഫണ്ടമെൻറ്റ്സിൽ എന്താണ് RMS വാല്യൂ, എന്താണ് പീക്ക് വാല്യൂ, പീക്ക് ടു പീക്ക് വാല്യൂ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 75D. RMS വാല്യൂവിനെയാണ് നമ്മുടെ ആവറേജ് വാല്യൂ D ഇൻറ്റു ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അടുത്ത 76 ദ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ലൂപ്പ് ഗെയിൻ ഓഫ് ആൻ ഓസിലേറ്റർ ഈസ്. ഒരു ലൂപ്പ് ഗെയിൻ ഓസിലേറ്ററിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ടു 1 ആണ്. ഈക്വൽ ടു 1. അടുത്ത 77 ക്വസ്റ്റ്യൻ റെസൊണന്റ് ഫ്രീക്വൻസി ഓഫ് ആൻ RLC സീരീസ് സർക്യൂട്ട്. ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. RLC സീരീസ് സർക്യൂട്ടിൻ്റെ റെസൊണന്റ് ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് ഈസ് 1/2π√LC ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ LSI ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഡാഷ് ട്രാൻസിസ്റ്റേഴ്സ്. ഇത് നമ്മുടെ PSC ഒഴിവാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കേട്ടല്ലോ. അപ്പോൾ അത് നോക്കണ്ട. അടുത്ത 79 ക്വസ്റ്റ്യൻ ഹെക്സാഡെസിമൽ 2316 ഹെക്സാഡെസിമൽ എഴുതാൻ എന്താണ്? അത് പറയുന്നത് അതിൻ്റെ ആൻസർ 35 ടൺ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഡെസിമൽസിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അത് ഞാൻ പഠിപ്പിക്കുന്നതാണ്. ഞാൻ ടെലഗ്രാമിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. അതെന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് ഡാഷ് ഡോപ്ഡ്. എന്താണ്? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, എമിറ്റർ, കളക്ടർ ഉണ്ട്. അതിലെ ബേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡോപ്പ് ചെയ്യുന്നത്? ഇറ്റ്സ് വെരി ലൈറ്റ്ലി ഡോപ്ഡ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇലക്ട്രീഷ്യൻ 2016 ചോദിച്ച ഇലക്ട്രീഷ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നലെ ഒരു 1 to 50 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും കാണുക. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർ കാണുക. അതിൽ 2 ക്വസ്റ്റ്യൻസ് റോങ് ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോട്ട് ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്രാഷ് കോഴ്സ് സെപ്റ്റംബറിലുള്ള ഇലക്ട്രിക്കൽ എക്സാംസിൻ്റെ എല്ലാം ക്രാഷ് കോഴ്സ് നടക്കുകയാണ്. അപ്പം ജോയിൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.